ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ദോശ ബാറ്ററും കൂടെ ചേർത്ത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. പക്കോട ഉണ്ടാക്കാനായിട്ട് 3 ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തും ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ലൂസായി പോവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ദോശമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പൊളിയില്ലാത്ത ബാറ്ററാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ദോശ ബാറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാറ്ററി എല്ലാം ഒന്നുകൂടെ ഉള്ളിലെല്ലാം സെറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു 1/2 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 അവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇവിടെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദോശമാവും കൂടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും. ഇപ്പോൾ 2 സൈഡും നന്നായി തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. പക്കോട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.